നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത് മെയ് 4-ന്. ഇന്നിപ്പോൾ ഡേറ്റ് മെയ് 10. ഈ ദിവസത്തിനിടയിൽ ഒരു തവണ പോലും മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ല. ആകെ ഒരു കുറിപ്പിട്ടത് സോഷ്യൽ മീഡിയയിൽ മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പേജിൽ മാത്രം. മാധ്യമങ്ങൾ ഇങ്ങനെ കാത്തുകെട്ടി കിടക്കുകയാണ് പിണറായി വിജയന്റെ ഒരു പ്രതികരണത്തിന് വേണ്ടി. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. അദ്ദേഹം പ്രതികരിക്കാനേ തയ്യാറാകുന്നില്ല. എനിക്ക് ആരോടും ഒന്നും പറയണ്ട, ഞാൻ പിണങ്ങി നടക്കുകയാണ് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പിണറായിയുടെ ഒരു ലൈൻ. ഞാൻ മാധ്യമങ്ങളോട് മിണ്ടത്തില്ലെന്ന്. പക്ഷേ ഡൽഹിയിൽ അദ്ദേഹം ഇന്ന് എത്തിയിരുന്നു. അതായത് പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയ പിണറായിയെ വീണ്ടും മാധ്യമങ്ങൾ കയറി വളയുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ചു. പിണറായി വിജയൻ മാധ്യമ പ്രവർത്തകരോട് കടക്കുപുറത്ത് വീണ്ടും പറയുമോ എന്ന്, അല്ലെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കുന്ന കടുപ്പിച്ച് പറയുമോ എന്ന്. പക്ഷെ അതും പറയാൻ പിണറായി തയ്യാറായില്ല. മാധ്യമങ്ങളോട് കലിപ്പുമില്ല. അപ്പോൾ പിന്നെ എന്താണ് പിണറായിയുടെ പ്രശ്നം? അദ്ദേഹം സംസ്ഥാനം ഭരിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ, ഇപ്പോൾ കാവൽ മുഖ്യമന്ത്രിയാണ്. അതുമാത്രമല്ല CPM എന്ന പാർട്ടിയുടെ തലപ്പത്തെ നേതാവാണ്. എന്നിട്ടും ഇതുവരെ എന്തുകൊണ്ട് തോൽവിയിൽ അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. മാധ്യമങ്ങൾ വായിൽ കോലിട്ട് കുത്തിയിട്ടും പിണറായി മിണ്ടുന്നില്ല. പക്ഷേ ഇന്ന് പിണറായി വിജയൻ ഒരു വാക്ക് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ശരിക്കും അതിൽ എന്താണ് ധ്വനി? അതുകൂടി നമുക്കൊന്ന് നോക്കണം. പിണറായി വിജയൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് പിന്നോട്ട് നടന്ന് തട്ടി വീഴാതെ നോക്കണം. അതൊരു ഉപദേശമായിരുന്നോ, മുന്നറിയിപ്പായിരുന്നോ? അത്തരത്തിൽ പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച. പക്ഷേ സംഭവിച്ചത് വേറൊന്നുമല്ല. പിണറായി വിജയനെ മാധ്യമങ്ങൾ കയറി വളയുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണത്തിന് വേണ്ടി മാധ്യമ പ്രവർത്തകർ ശ്രമിക്കുന്നു. ഇതിനിടയിൽ മൈക്കും പിടിച്ചുകൊണ്ട് റിപ്പോർട്ടർമാർ നിൽക്കുന്നു. എന്നാൽ അതിനിടയിൽ പിണറായി വിജയന്റെ മുഖത്തെ ഭാവങ്ങളെല്ലാം ഒപ്പിയെടുക്കാൻ ക്യാമറ കണ്ണുകൾ തിടുക്കം കൂട്ടുന്നു. ഇങ്ങനെ തിടുക്കം കൂട്ടിയ മാധ്യമ പ്രവർത്തകരോടാണ് നിങ്ങൾ സൂക്ഷിച്ചു നിൽക്കൂ, പിന്നിലേക്ക് നടന്ന് എവിടെയും തട്ടി വീഴാതെ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞത്. ഈ 10 വർഷ കാലയളവിനിടയിൽ ഇത്രത്തോളം സ്നേഹത്തോടെ മാധ്യമ പ്രവർത്തകരോട് പിണറായി ഒരിക്കലും സംസാരിച്ചിട്ടില്ല. മറ്റേത് യുദ്ധമല്ലേ നടക്കുന്നത്? മാധ്യമ പ്രവർത്തകരുമായിട്ട് എന്തെല്ലാം യുദ്ധമായിരുന്നു ഈ 10 വർഷക്കാലം പിണറായി. ആദ്യം അൻവറിനെ കൊണ്ട് മാധ്യമങ്ങൾക്ക് ചെസ് നമ്പർ ഇട്ട് തീർക്കും കൊല്ലും എന്നുള്ള കൊലവിളികൾ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് അൻവറിനെ പോലെ ഒരു ഗുണ്ടയെ തനിക്ക് പിന്നീട് കിട്ടാത്തത് കൊണ്ട് പിന്നീട് പിണറായി തന്നെ മാധ്യമങ്ങളോട് യുദ്ധത്തിന് ഇറങ്ങുന്നത് നമ്മൾ കണ്ടു. കടക്കുപുറത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെയും മറുപടി പറയാൻ സൗകര്യമില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചും ഒക്കെ മുൻപോട്ട് പോയ ധാർഷ്ട്യക്കാരനായ പിണറായിയെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തനായി പിണറായി വിജയൻ മാധ്യമ പ്രവർത്തകരോട് പറയുകയാണ്, നിങ്ങളിങ്ങനെ വീഴാതെ സൂക്ഷിക്കണേ എന്ന്. ഇതുതന്നെയല്ലേ പിണറായി വിജയനോടും പാർട്ടിയും പാർട്ടിയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളും കേരളത്തിലെ ജനങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്? ഇങ്ങനെ പിന്നോട്ട് നടന്ന് തട്ടി വീഴരുതേ എന്ന്. അതൊരു തവണയെങ്കിലും പിണറായി വിജയൻ ഒന്ന് കേട്ടിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ഇത്രത്തോളം ഒരു നാണം കെട്ട പടിയിറക്കം പിണറായിക്ക് ഉണ്ടാകുമായിരുന്നില്ല. പാർട്ടിക്കാർ പോലും അദ്ദേഹത്തെ അതിശക്തമായി വിമർശിക്കുകയാണ്. അദ്ദേഹം എന്തുകൊണ്ട് ഒരു മാധ്യമ സമ്മേളനം നടത്താൻ തയ്യാറാകുന്നില്ല? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ. 10 വർഷക്കാലം കേരളം ഭരിച്ചിരുന്ന ഒരാളല്ലേ. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളോട് ചിലതൊക്കെ പറയാൻ അങ്ങേക്ക് ബാധ്യസ്ഥതയല്ല, ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ഒരു നീതി അവരോട് കാണിക്കണ്ടേ. പക്ഷെ എന്തുകൊണ്ടോ പിണറായി അതിനും തയ്യാറാകുന്നില്ല. ഒരു പക്ഷേ ഒന്നും പറയാനില്ല എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഇനി സ്വയം വിലയിരുത്തുന്നുണ്ടോ? തോൽവിയുടെ കാരണക്കാരൻ ഞാൻ തന്നെയാണ്, ഞാൻ ഇനി എന്ത് പറയാനാണ്, ഞാൻ എന്തെങ്കിലും പറയാൻ വാ തുറന്നാൽ ഇനി മലയാളികളും ട്രോളന്മാരും എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചീത്ത വിളിക്കുമോ എന്നുള്ള ഭയമാണോ അദ്ദേഹത്തെ വേട്ടയാടിയത്? എന്തായാലും പിണറായി വിജയൻ മിണ്ടുന്നില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. പക്ഷെ അപ്പോഴും മാധ്യമങ്ങളോട് ഒരു കരുതൽ കാണിച്ചു, നിങ്ങൾ വീഴാതെ സൂക്ഷിക്കണേ എന്ന്. വീഴാതെ സൂക്ഷിക്കണമായിരുന്നു CMA. കാവൽ മുഖ്യമന്ത്രിയാണല്ലോ, അതുകൊണ്ട് നമുക്ക് അതുവരെ CMA എന്ന് വിളിക്കാം. വീഴാതെ സൂക്ഷിക്കണമായിരുന്നു. അതുതന്നെയാണ് നിങ്ങളോടും ഇവിടുത്തെ ജനങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഉപദേശമായിട്ട് കണ്ടാൽ മതി. കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ചേരുന്ന CPMന്റെ പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ഡൽഹിയിലെത്തിയത്. പക്ഷേ യോഗത്തിൽ വലിയ വിമർശനങ്ങൾ പിണറായി നേരിടേണ്ടി വരും. യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കേരളത്തിൽ നടന്ന യോഗങ്ങളിൽ പിണറായിക്ക് നേരെ ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. PB യോഗത്തിൽ
ഉറപ്പായും പിണറായിസത്തെ എതിർക്കുന്ന ഒരു കൂട്ടം നേതാക്കൾ ഉണ്ടാകും. അതിൻ്റെ മുൻപിൽ MA ബേബി ഉണ്ടാകും. കാരണം MA ബേബി ഉൾപ്പെടെ കേരളത്തിൽ പിണറായി വിജയന്റെ ഈ ഏകാധിപത്യ ഭരണത്തിൽ അതൃപ്തരായിരുന്നു. ഇത് പാർട്ടിയുടെ നയമല്ല, ആ നയത്തിൽ നിന്ന് പിണറായി വ്യതിചലിക്കുന്നു എന്ന് ഇതിനു മുൻപ് തന്നെ പല ആവർത്തി പല രീതിയിൽ MA ബേബി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പിണറായിക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ്. പക്ഷെ അതൊന്നും കേൾക്കാതെ ഞാൻ ഇന്ദ്രനാണ്, ചന്ദ്രനാണ്, സൂര്യനാണ് എന്നൊക്കെയുള്ള ആ ഒരു നിലപാടായിരുന്നു പിണറായിക്ക്. എന്തായാലും പിണറായി ഇനിയെങ്കിലും തിരുത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അധികാരം പോയതോടുകൂടി ഇതുവരെ പിണറായിയുടെ ഒപ്പം നിന്നിരുന്ന ശിങ്കിടികൾ എല്ലാവരും ഇപ്പോൾ ഒന്ന് പ്രതിസന്ധിയിലാണ്. തങ്ങളെ UDF ഭരണകൂടം അങ്ങ് തീർത്തു കളയുമോ എന്നുള്ള ഒരു ആശങ്ക ഇവരെ വേട്ടയാടുന്നുണ്ട്. CPM പയ്യന്നൂർ ഏരിയ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന TCV നന്ദകുമാറിന്റെ ഭാര്യ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. CPMന്റെ പരാജയം വരുത്തിവെച്ച അരക്ഷിതാവസ്ഥയും വിഭാഗീയതയിൽ നേതൃത്വത്തെ കുറ്റപ്പെടുത്തിയുമാണ് ശരണ്യ നന്ദകുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. പയ്യന്നൂരിലെ BMS നേതാവ് രാമചന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിലും TCV നന്ദകുമാർ ഉൾപ്പെട്ടിട്ടുണ്ട്. വീട്ടിൽ കയറി ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ടായിരുന്നു കൊലപാതകം. രാമചന്ദ്രന്റെ ഭാര്യ കാലു പിടിച്ചു കരഞ്ഞിട്ടും നന്ദകുമാർ രാമചന്ദ്രനെ വെട്ടി വീഴ്ത്തുകയായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പയ്യന്നൂരിലെ തോൽവിക്ക് കാരണം നേതൃത്വം തന്നെ പിന്നിൽ നിന്ന് കുത്തിയതുകൊണ്ടാണെന്ന് ഉറപ്പാണ്. എന്ത് വിശ്വസിച്ചാണ് തങ്ങൾ ഇനി ജീവിക്കേണ്ടത്? എല്ലാം പാർട്ടി നോക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ പേടിയാണെന്നും അവർ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടത്തുമെന്ന് ട്രോൾ വീഡിയോ വരുന്നുണ്ട്. പാർട്ടിയെ ഗ്രൂപ്പ് കളിച്ച് തോൽപ്പിക്കാൻ കഴിയുമെങ്കിൽ ഇതും അവർക്ക് കഴിയുമായിരിക്കില്ലേ? ഈ യുദ്ധത്തിനിടയിൽ ഞങ്ങളുടെ എല്ലാം ജീവിതം എന്താകും? ആര് മറുപടി പറയുമെന്നും ശരണ്യ ചോദിക്കുന്നു. ജാമ്യത്തിനായി ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. എന്നാൽ അഭിഭാഷകനോട് ജാമ്യം പതിയെ മതിയെന്ന് ഏരിയ നേതാക്കൾ നിർദ്ദേശിച്ചു എന്നാണ് പാർട്ടി ഗ്രൂപ്പുകളിലെ ചർച്ച. ഈ പശ്ചാത്തലത്തിലായിരുന്നു ശരണ്യ നന്ദകുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തു വന്നത്. അതേസമയം പയ്യന്നൂരിലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോസ്റ്റ് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. പാർട്ടി നേതൃത്വം ഇടപെട്ട് ഇപ്പോൾ ഈ പോസ്റ്റ് നീക്കം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇതുവരെ പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും ചാകാനും നിന്നിരുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, 10 വർഷം ഇവർ തന്നെ ഭരണമായിരുന്നത് കൊണ്ട് തങ്ങൾക്കൊരു ചുക്കും സംഭവിക്കില്ല എന്നും ഞങ്ങൾ പുഷ്പം പോലെ തിരിച്ചു വരും എന്നൊക്കെ ആയിരുന്നല്ലോ ഇവരുടെ ഒരു കണക്കുകൂട്ടൽ. 3ാം വട്ടവും അധികാരം കിട്ടും എന്നുള്ള അഹങ്കാരത്തിൽ മതിച്ചു പുളയ്ക്കുകയായിരുന്നു. ഇതോടുകൂടി പാർട്ടിക്ക് വേണ്ടി ജയിലിനകത്ത് പോയവരെല്ലാം 8ന്റെ പണി മേടിച്ചിരിക്കുകയാണ്. ഇനി ആയ കാലത്ത് പുറത്തിറങ്ങാൻ പറ്റുമോ എന്ന് പോലും ഇവർക്കാർക്കും അറിയില്ല. ഇവരുടെ കുടുംബങ്ങളാകട്ടെ ഭയന്ന് വിറയ്ക്കുകയാണ്. UDF അധികാരം പിടിച്ചതോടുകൂടി ഇനി അവർ കയറി ഇറങ്ങി നിരങ്ങുമോ എന്നാണ്, കുടുംബങ്ങളിൽ ഇവർ കയറി മേയുമോ എന്നുള്ള ഒരു ഭയമാണ് ഈ CPMകാരുടെ അകത്ത്, അതായത് ജയിലിനകത്ത് കിടക്കുന്ന CPMകാരുടെ കുടുംബാംഗങ്ങളുടെ ഭയം. ഇതിനിടയിൽ പിണറായി വിജയന് നേരെ ഘടകകക്ഷികൾ എല്ലാവരും തന്നെ വിമർശനം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 4 വഴിക്കൂടെയും ഈ CPM ഇപ്പോൾ ഒരു പ്രതിരോധത്തിലായിരിക്കുകയാണ്. ആരോടും മറുപടി പറയാനാകാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് പിണറായി എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ കേരള കോൺഗ്രസ് അതിരൂക്ഷ വിമർശനം പിണറായിക്ക് നേരെ CPMന് നേരെ നടത്തി. എന്നും മുന്നണി മാറിക്കൊണ്ടിരിക്കാനാകില്ല, വികസനത്തിന് ജനകീയ മുഖം വന്നില്ല, അണികൾ ക്രോസ് വോട്ട് ചെയ്തു എന്ന് അണികൾ തന്നെ പറയുന്നു. അത് തെളിഞ്ഞാൽ ഗൗരവമുള്ള കാര്യമാണ്. 2.2% വോട്ടേ കുറഞ്ഞിട്ടുള്ളൂ. എതിരാളികൾ പല തന്ത്രങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ധൂർത്ത പുത്രൻ എന്നുവരെ വിളിച്ചു. 344 വ്യാജ ഐഡികൾ വെച്ച് പരിഹസിച്ചു. ജോസ് കെ മാണി വലിയ വിമർശനം പാർട്ടിക്ക് നേരെ ഉയർത്തി. CPM ക്രോസ് വോട്ടിംഗ് നടത്തിയെന്ന ആരോപണവുമായിട്ടായിരുന്നു ജോസ് കെ മാണി വാർത്താ സമ്മേളനം നടത്തിയത്. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമായിരുന്നു ജോസ് കെ മാണി ആരോപണം ഉന്നയിച്ചത്. LDF RSS സഖ്യമെന്ന പ്രചാരണം ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടമാക്കി. അങ്ങനെ ഓരോന്നും പിഴവുകൾ ഓരോന്നും എണ്ണി പറഞ്ഞുകൊണ്ട് ജോസ് കെ മാണിയും കൂട്ടരും പിണറായിക്കും CPMന് നേരെ വിമർശനം ശക്തമാക്കിയിരിക്കുന്നത്. CPI തുടക്കത്തിൽ തന്നെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിണറായിസത്തിനെതിരെ കിട്ടിയ അടിയാണിതെന്ന് CPI പച്ചയ്ക്ക് പറഞ്ഞു. ഇനി പ്രതിപക്ഷ കസേരയിലൂടെ പിണറായി പോയി ഇരിക്കരുത് എന്ന് അവർ കട്ടായം പറയുകയും ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും പിണറായിക്ക് എതിരാകുന്ന പാർട്ടിയും മുന്നണി ഒന്നാകെ പിണറായിക്ക് എതിരാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്.
പിണറായി വിജയനോട് തിരുത്തണമെന്ന് പല ആവർത്തി നേതാക്കൾ എല്ലാവരും പറഞ്ഞതായിരുന്നു. എന്നാൽ അതൊന്ന് കേൾക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ല. ഒപ്പമുണ്ടായിരുന്ന ഒരു കൂട്ടം ശിങ്കിടികൾ പിണറായിയെ ഒരു ഏകാധിപതിയായി വാഴിച്ചു, പൂജിച്ചു, കൈകൊട്ടി പാട്ടുപാടി. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടാൻ കാരണഭൂതൻ പിണറായി എന്നൊക്കെ ആയിരുന്നല്ലോ വാഴ്ത്ത് പാട്ട് വരെ പാടിയത്. അതെല്ലാം തിരിച്ചടിച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഇപ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് മുൻപിൽ പോലും എത്താനാകാതെ തലയും കുനിച്ചു നിൽക്കുന്ന ഒരു പിണറായിയെയും കേരളം കാണുകയാണ്.